നമസ്കാരം എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും PSC പള്ളിക്കൂടത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് LDC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ഫൈനൽ റിവിഷനുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ റിവിഷൻ ചെയ്യാൻ പോകുന്നത് കേരളം ഭരണരംഗം എന്ന ഭാഗത്തെ തണ്ണീർത്തട സംരക്ഷണ നിയമം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഭാഗത്തെ ദുരന്ത നിവാരണ അതോറിറ്റി നമ്മൾ റിവിഷൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ആ ക്ലാസ് പോയി കാണുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. കേരള സംസ്ഥാന തണ്ണീർത്തട നിയമം പാസ്സാക്കിയ വർഷം. കേരള സംസ്ഥാന തണ്ണീർത്തട നിയമം പാസ്സാക്കിയ വർഷം എപ്പോഴാണ്? 2008 അല്ലേ? 2008 കേരള സംസ്ഥാന തണ്ണീർത്തട നിയമം പാസ്സാക്കിയത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ പഠിച്ചു വെക്കുക. എപ്പോഴാണ്? 2008 കേരള സംസ്ഥാന തണ്ണീർത്തട നിയമം പാസ്സാക്കിയ വർഷം. അപ്പോൾ അടുത്ത ചോദ്യം, കേരളത്തിൽ നെൽവയൽ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. കേരളത്തിൽ നെൽവയൽ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എപ്പോഴാണ്? 2008 ഓഗസ്റ്റ് 11 അല്ലേ? ഓപ്ഷൻ എ ആണ് ആൻസർ. 2008 ഓഗസ്റ്റ് 11 കേരളത്തിൽ നെൽവയൽ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. അപ്പോൾ 2022-ലും 2021-ലും ഒക്കെ 3-4 പ്രാവശ്യം ആവർത്തിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ശ്രദ്ധിച്ച് പഠിക്കുക. കേരളത്തിൽ നെൽവയൽ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2008 ഓഗസ്റ്റ് 11 ഓർമ്മയായല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യം, കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത് ഏത് ആക്ട് പ്രകാരമാണ്? കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത് ഏത് ആക്ട് പ്രകാരമാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. 2008 28 നമ്പർ ആക്ട്. ഏതാണ്? 2008 28 നമ്പർ ആക്ട് പ്രകാരമാണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത്. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് തണ്ണീർത്തടങ്ങൾ എന്താണെന്ന് നോക്കാം. എന്താണ് തണ്ണീർത്തടങ്ങൾ? നെൽവയലുകളും നദികളും ഒഴികെയുള്ളതും ഉപരിതലം വരെ ജലത്തിൻ്റെ സാന്നിധ്യമുള്ളതുമായ സ്ഥലങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. നെൽവയലുകളും നദികളും ഒഴികെയുള്ളതും ഉപരിതലം വരെ ജലത്തിൻ്റെ സാന്നിധ്യമുള്ളതുമായ സ്ഥലങ്ങളാണ് തണ്ണീർത്തടങ്ങൾ അല്ലേ? കായലുകൾ, അഴിമുഖങ്ങൾ, അതുപോലെ തന്നെ ചേറ്റു പ്രദേശങ്ങൾ, കടലോര കായലുകൾ, കണ്ടൽ കാടുകൾ, അതുപോലെ ചതുപ്പ് നിലങ്ങൾ, ചതുപ്പിലെ കാടുകൾ എന്നിവ തണ്ണീർത്തടങ്ങളിൽ ഉൾപ്പെടുന്നു. നമ്മൾ ഇതൊക്കെ കാണാറുണ്ട് അല്ലേ? കണ്ടൽ കാടുകളിലൊക്കെ പോയി നിങ്ങൾക്ക് കാണാം, ഉപരിതലത്തിൽ എപ്പോഴും ജലം നിറഞ്ഞിരിക്കും. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളെയാണ് എന്ത് പറയുക? തണ്ണീർത്തടങ്ങൾ എന്ന് പറയാം. ഈ നിയമത്തിലെ വകുപ്പ് 2-18 ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുന്നത് അല്ലേ? ചതുപ്പ് കാടുകളൊക്കെ തണ്ണീർത്തടത്തിൽ ഉൾപ്പെടുന്നു എന്ന് പറയുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? വകുപ്പ് 2 അതിൽ 18. 2-18 ഈ കാര്യങ്ങൾ പ്രതിപാദിക്കുന്നത്. ഇതൊന്ന് ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന തണ്ണീർത്തട പദ്ധതി അല്ലെങ്കിൽ അതോറിറ്റി നിലവിൽ വന്നത്. കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നത് എപ്പോഴാണ്? 2015 മെയ് 25 അല്ലേ? 2015 മെയ് 25 കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നത്. എപ്പോഴാണ്? 2015 മെയ് 25 എന്ത് നിലവിൽ വന്നത്? കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നത്. ഓർമ്മിച്ചു വെക്കുമല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ തണ്ണീർത്തട പദ്ധതിയുടെ ചെയർമാൻ ആരാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. കേരളത്തിലെ തണ്ണീർത്തട പദ്ധതിയുടെ ചെയർമാൻ ആരാണ്? ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ 2023 ചോദിച്ച ചോദ്യമാണ്. ആരാണ് തണ്ണീർത്തട പദ്ധതിയുടെ ചെയർമാൻ? സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് മന്ത്രി. ആരാണ്? സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ് കേരളത്തിലെ തണ്ണീർത്തട പദ്ധതിയുടെ ചെയർമാൻ. ഓർമ്മയായല്ലോ? സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് മന്ത്രി. ഇനി നമുക്ക് കുറച്ച് അനുബന്ധ വസ്തുക്കൾ നോക്കാം. കേരളത്തിലെ തണ്ണീർത്തടങ്ങളുടെ സമഗ്ര സംരക്ഷണ പരിപാലന പ്രവർത്തനങ്ങൾക്കായി നിലവിൽ വന്ന അതോറിറ്റിയാണ് ഏത്? കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ? കേരളത്തിലെ തണ്ണീർത്തടങ്ങളുടെ സമഗ്ര സംരക്ഷണത്തിന് വേണ്ടി നിലവിൽ വന്ന ഒരു അതോറിറ്റിയാണ് ഏത്? കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി. അപ്പോൾ കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി ഒരു സ്വയംഭരണ അതോറിറ്റിയായി നിലവിൽ വന്ന വർഷം നമ്മൾ പഠിച്ചു. 2015 മെയ് 25 എപ്പോഴാണ് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി വന്നത്? 2015 മെയ് 25.
2010 തണ്ണീർത്തട സംരക്ഷണവും പരിപാലനവും ചട്ടത്തിലെ സെക്ഷൻ 5 പ്രകാരമാണ് കേരളത്തിൽ തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നത്. ഇതും കൂടി ഒന്ന് ഓർത്തു വെക്കണം. 2010 തണ്ണീർത്തട സംരക്ഷണവും പരിപാലനവും ചട്ടത്തിലെ സെക്ഷൻ ഏത് പ്രകാരമാണ്? സെക്ഷൻ 5 പ്രകാരമാണ് കേരളത്തിൽ തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നത്. എപ്പോഴാണ് തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്ന വർഷം? 2015 മെയ് 25. ഓർമ്മയായല്ലോ. അടുത്ത പോയിന്റാണ്, കേന്ദ്ര സർക്കാരിൻ്റെ 2017 തണ്ണീർത്തടങ്ങൾ സംരക്ഷണവും പരിപാലനവും ചട്ടത്തിലെ സെക്ഷൻ 5 പ്രകാരം പുതിയ സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി കേരളത്തിൽ നിലവിൽ വന്ന വർഷം ഏതാണ്? 2017 ഡിസംബർ 28. ഇതും PSC ചോദിച്ച ചോദ്യമാണ്. നമ്മൾ നേരത്തെ പഠിച്ചത് 2010 സെക്ഷൻ 5 പ്രകാരമാണ് അല്ലേ. എന്നാൽ പുതിയ തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റി എപ്പോഴാണ് നിലവിൽ വന്നത്? 2017 തണ്ണീർത്തടങ്ങൾ സംരക്ഷണവും പരിപാലനവും ചട്ടത്തിലെ സെക്ഷൻ 5 പ്രകാരം പുതിയ സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി കേരളത്തിൽ നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ 2017 ഡിസംബർ 28. അപ്പോൾ ഈ പുതിയ തണ്ണീർത്തട അതോറിറ്റി, അതായത് പ്രസ്തുത തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർപേഴ്സൺ ആരാണ്? പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ്. അതാണ് നമ്മൾ നേരത്തെ പ്രീവിയസ് ക്വസ്റ്റ്യനായി പഠിച്ചത്. മനസ്സിലായല്ലോ. പ്രസ്തുത തണ്ണീർത്തട അതോറിറ്റിയുടെ വൈസ് ചെയർപേഴ്സൺ ആരാണെന്ന് ചോദിച്ചാൽ അത് ചീഫ് സെക്രട്ടറി ആണ്. ചെയർമാൻ ആരാണ്? പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ് അല്ലേ. പ്രസ്തുത തണ്ണീർത്തട അതോറിറ്റിയുടെ വൈസ് ചെയർപേഴ്സൺ ചീഫ് സെക്രട്ടറി ആണ്. പ്രസ്തുത തണ്ണീർത്തട അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചാൽ പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് ഡയറക്ടറാണ്. മെമ്പർ സെക്രട്ടറി ആരാണ്? പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് ഡയറക്ടറാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാറിപ്പോവരുത്. തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ 2015 മെയ് 25. അത് ഏത് വർഷത്തെ ആക്ട് പ്രകാരമാണ്? 2010 ചട്ടങ്ങൾ സെക്ഷൻ 5 പ്രകാരം അല്ലേ. എന്നാൽ നമ്മൾ ഇപ്പോൾ നിലവിലുള്ള തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റി അത് ഏതാണ്? സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി എന്ന് വെച്ചാൽ 2017 തണ്ണീർത്തട സംരക്ഷണവും ചട്ടങ്ങളിലെ സെക്ഷൻ 5 പ്രകാരം നിലവിൽ വന്നത് എപ്പോഴാണ്? 2017 അല്ലേ. അതിൻ്റെ ചെയർമാനാണ് പരിസ്ഥിതി വകുപ്പ് മന്ത്രി. അതുപോലെ തന്നെ വൈസ് ചെയർപേഴ്സൺ ചീഫ് സെക്രട്ടറി. മെമ്പർ സെക്രട്ടറി ആരാണ്? പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് ഡയറക്ടർ. അതുപോലെ തന്നെ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ അത് 2008 ഓഗസ്റ്റ് 11. അതും PSC ചോദിച്ചു. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം എപ്പോഴാണ് നിലവിൽ വന്നത്? 2008 ഓഗസ്റ്റ് 11. അടുത്ത ചോദ്യം, തണ്ണീർത്തട സംരക്ഷണത്തിനായുള്ള അന്തർദേശീയ കരാർ. തണ്ണീർത്തട സംരക്ഷണത്തിനായുള്ള അന്തർദേശീയ കരാർ ഏതാണ്? റംസാർ കൺവെൻഷനാണ് അല്ലേ. ഏതാണ്? റംസാർ കൺവെൻഷനാണ് തണ്ണീർത്തട സംരക്ഷണത്തിനായുള്ള അന്തർദേശീയ കരാർ. അപ്പം നമുക്ക് റംസാർ എന്താണെന്ന് നോക്കാം. എന്താണ് റംസാർ കൺവെൻഷൻ അഥവാ റംസാർ ഉടമ്പടി? തണ്ണീർത്തടങ്ങളുടെയും തണ്ണീർത്തട വിഭവങ്ങളുടെയും സംരക്ഷണത്തിനും വിവേകപൂർണമായ വിനിയോഗത്തിനുമായി അന്താരാഷ്ട്ര തലത്തിൽ നിലവിൽ വന്ന ഉടമ്പടിയാണ് ഏത്? റംസാർ ഉടമ്പടി അല്ലേ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. റംസാർ ഉടമ്പടി, തണ്ണീർത്തട ഉടമ്പടി അംഗീകരിച്ച വർഷം, അതായത് ഈ റംസാർ ഉടമ്പടി അംഗീകരിച്ച വർഷം എപ്പോഴാണ്? 1971 ഫെബ്രുവരി 2. 1971 ഫെബ്രുവരി 2 തണ്ണീർത്തട ഉടമ്പടി അംഗീകരിച്ചത്. അപ്പോൾ റംസാർ ഉടമ്പടി നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ അത് 1975. 1971 അംഗീകരിച്ച ഉടമ്പടി നിലവിൽ വന്നത് എപ്പോഴാണ്? 4 വർഷത്തിന് ശേഷം 1975. അപ്പോൾ ഈ ഫെബ്രുവരി 2 ഉടമ്പടി അംഗീകരിച്ച ദിവസമാണ് നമ്മൾ എന്തായി ആചരിക്കുന്നത്? തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് അല്ലേ. തണ്ണീർത്തട ദിനം എപ്പോഴാണ്? ഫെബ്രുവരി 2 എന്ന് കൂടി പഠിച്ചു വെക്കുക. അപ്പോൾ റംസാർ ഉടമ്പടിയുടെ ഭാഗമായി ഇന്ത്യയിൽ റംസാർ പട്ടികയിൽ ചേർത്തിരിക്കുന്ന സ്ഥലങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 75. റംസാർ ഉടമ്പടിയുടെ ഭാഗമായി ഇന്ത്യയിൽ എത്ര റംസാർ സൈറ്റുകളുണ്ട്? 75 എണ്ണമുണ്ട് എന്നുകൂടി ഓർത്തു വെക്കുക. 2002 പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ റംസാർ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? അഷ്ടമുടിക്കായൽ, വേമ്പനാട്ട് കായൽ, ശാസ്താംകോട്ട കായൽ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. 2002 പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ റംസാർ കേന്ദ്രങ്ങളാണ് അഷ്ടമുടിക്കായൽ, വേമ്പനാട്ട് കായൽ, ശാസ്താംകോട്ട കായൽ. ഓർമ്മയായല്ലോ.
ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് ഏതാണ്? സുന്ദർബൻ ആണ് അല്ലെ. പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ്. ഏതാണ്? പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ ആണ് അല്ലെ. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ റംസാർ സൈറ്റ് ഏതാണ്? വേമ്പാനൂർ വെറ്റ്ലാൻഡ് കോംപ്ലക്സ് ആണ്. തമിഴ്നാട്ടിലെ അല്ലെ, തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന വേമ്പാനൂർ വെറ്റ്ലാൻഡ് കോംപ്ലക്സ് ആണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ റംസാർ സൈറ്റ്. മനസ്സിലായല്ലോ. നെക്സ്റ്റ് പോയിന്റ്, കേരളത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് ഏതാണ്? വേമ്പനാട്ട് കായലാണ് അല്ലേ. നമ്മൾ 3 പഠിച്ചു. അതിൽ കേരളത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് ഏതാണ്? വേമ്പനാട്ട് കായലാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ റംസാർ കേന്ദ്രങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ എത്ര റംസാർ കേന്ദ്രങ്ങളാണുള്ളത്? 14 റംസാർ കേന്ദ്രങ്ങളാണ് തമിഴ്നാട്ടിലുള്ളത്. ഏറ്റവും കൂടുതൽ റംസാർ കേന്ദ്രങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട്. ഓർമ്മയായല്ലോ. ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുള്ള രാജ്യം ചോദിച്ചാൽ അത് UK ആണ്. 175 റംസാർ സൈറ്റുകളാണ് UK-യിലുള്ളത്. ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുള്ള രാജ്യം ഏതാണ്? UK ആണ്. ഓർമ്മിച്ച് വെക്കുക. ഒരു ചോദ്യം ഉറപ്പായി ഈ ഭാഗത്തു നിന്ന് ഉണ്ടാവും. ഓക്കെ. ഇനി അടുത്തതായി പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിൻ്റാണ്. 75ാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇന്ത്യയിൽ പുതിയതായി നിലവിൽ വന്ന റംസാർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ്? 11 അല്ലേ. 75ാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇന്ത്യയിൽ പുതിയതായി 11 റംസാർ സൈറ്റുകളാണ് നിലവിൽ വന്നത്. അപ്പോൾ ചിത്രാംകുടി പക്ഷി സങ്കേതം അതെവിടെയാണ്? തമിഴ്നാട്ടിലാണ് അല്ലേ. ചിത്രാംകുടി പക്ഷി സങ്കേതം തമിഴ്നാട്ടിലാണ്. നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുള്ളത് തമിഴ്നാട്ടിലാണെന്ന് പഠിച്ചു. അപ്പോൾ ചിത്രാംകുടി പക്ഷി സങ്കേതം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടാണെന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ശുചീന്ദ്രം തേരൂർ പക്ഷി സങ്കേതം തമിഴ്നാട്ടിലാണ് അല്ലേ. ശുചീന്ദ്രം തേരൂർ പക്ഷി സങ്കേതം തമിഴ്നാട്ടിലാണ്. വടവൂർ പക്ഷി സങ്കേതവും തമിഴ്നാട്ടിലാണ്. അപ്പോൾ തമിഴ്നാട്ടിലുള്ള 3 നമ്മൾ പഠിച്ചു. ചിത്രാംകുടി, ശുചീന്ദ്രം തേരൂർ, വടവൂർ. ഇത് 3 സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. അടുത്തത് കാഞ്ഞിരംകുളം പക്ഷി സങ്കേതമാണ്. അതും തമിഴ്നാട്ടിലാണ്. കാഞ്ഞിരംകുളം പക്ഷി സങ്കേതവും തമിഴ്നാട്ടിലാണ്. പിന്നെയോ തമ്പാറ തടാകം അല്ലെ. തമ്പാറ തടാകം എവിടെയാണ്? ഒഡീഷയിലാണ്. ജസ്റ്റ് ഇതെല്ലാം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. 1-2 തവണ വായിച്ചാൽ നിങ്ങൾക്ക് ഓപ്ഷനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. തമ്പാറ തടാകം ഒഡീഷ. പാറ ഒടിഞ്ഞു എന്നങ്ങനെ ഓർമ്മിച്ച് വെച്ചാൽ മതി. ഹിരാക്കുഡ് റിസർവോയർ ഒഡീഷയാണ്. ഹിരാക്കുഡ് ഒഡീഷയിലാണ് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഹിരാക്കുഡ് റിസർവോയർ എവിടെയാണ്? ഒഡീഷയിലാണ്. അതുപോലെ തന്നെ അൻസുബ തടാകം അതും ഒഡീഷയിലാണ്. താനെ ക്രീക്ക്, താനെ നമുക്ക് മഹാരാഷ്ട്രയിലാണെന്നറിയാം. അപ്പോൾ അത് മഹാരാഷ്ട്രയാണെന്ന് പെട്ടെന്ന് ഓർത്ത് വെക്കാലോ. പിന്നെ യശ്വന്ത് സാഗർ മധ്യപ്രദേശ്. യശ്വന്ത് സാഗർ എവിടെയാണ്? മധ്യപ്രദേശിലാണ്. ഹൈഗം തണ്ണീർത്തട സംരക്ഷണ കേന്ദ്രം എവിടെയാണ്? ജമ്മു ആൻഡ് കാശ്മീരിലാണ് അല്ലെ. ഹൈഗം തണ്ണീർത്തട സംരക്ഷണ കേന്ദ്രം ജമ്മു ആൻഡ് കാശ്മീരിലാണ്. നമുക്ക് ചിലപ്പോൾ ചേരുംപടി ചേർക്കാനൊക്കെ ചോദിക്കാം. അതുപോലെ ഷാൾബഗ് തണ്ണീർത്തട സംരക്ഷണം ജമ്മു കാശ്മീരിലാണ്. അപ്പോൾ ജമ്മു കാശ്മീരിൽ 2 നമ്മൾ പഠിച്ചത്. ഹൈഗം തണ്ണീർത്തട സംരക്ഷണ കേന്ദ്രവും ഷാൾബഗ് തണ്ണീർത്തട സംരക്ഷണ കേന്ദ്രവും. അപ്പോൾ ഇത്രയും തണ്ണീർത്തടങ്ങൾ പഠിച്ചു വെക്കണം. പുതുതായി കൂട്ടിച്ചേർക്കപ്പെട്ടത് കൊണ്ട് PSC ചോദിച്ചേക്കാം. ഓക്കെ. അപ്പോൾ അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്. ചുവടെ ചേർക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ഏതാണ് ശരിയായ പ്രസ്താവന? ഓപ്ഷൻസ് മനസ്സിരുത്തി വായിച്ചു നോക്കുക. ഒന്നാമത്തെ ഓപ്ഷൻ ഇതാണ്. ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിൻ്റെ മുകൾ പരപ്പാണ് ജലപീഠം. ശരിയാണോ? അതെ അല്ലേ. ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിൻ്റെ മുകൾ പരപ്പിനെയാണ് നമ്മൾ എന്ത് പറയുക? ജലപീഠം എന്ന് പറയാം. രണ്ടാമത്തെ ഓപ്ഷൻ ഉപരിതല ജലം സംരക്ഷിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. അതും നമ്മൾ പഠിച്ചു അല്ലേ. ഉപരിതലത്തിൽ ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? തണ്ണീർത്തടങ്ങൾ എന്ന് പറയാം. അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണല്ലോ. മൂന്നാമത്തെ പ്രസ്താവന ജലപീഠത്തിൻ്റെ മുകൾ പരപ്പാണ് കിണറിലെ ജലനിരപ്പ്. ഒന്ന് ഓർത്ത് നോക്കിയേ. ഭൂമിക്കടിയിലെ ജലത്തിൻ്റെ മുകൾ പരപ്പാണ് ജലപീഠം എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ കിണറിലെ ജലനിരപ്പ് ഏതായിരിക്കാം? ജലപീഠത്തിൻ്റെ മുകൾ പരപ്പാണ്. അപ്പോൾ ആ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ ഏതായിരിക്കും നമുക്ക് ആൻസർ വരിക? ഓൾ ദി അബവ് അല്ലേ. എല്ലാ പ്രസ്താവനകളും 1, 2, 3 ശരിയാണ്. അപ്പോൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക. നമുക്ക് വിശദമായി നോക്കാം.
ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളെയാണ് എന്ത് പറയുന്നത്? തണ്ണീർത്തടങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ തണ്ണീർത്തടങ്ങൾ എന്ന വിഭാഗത്തിലുള്ള ജലസ്രോതസ്സുകൾ ഏതൊക്കെയാണ്? വയലുകൾ, കുളങ്ങൾ, ചതുപ്പുനിലങ്ങൾ, അതുപോലെ നമ്മൾ നേരത്തെ പഠിച്ചു കണ്ടൽക്കാടുകൾ. ഇതൊക്കെ ഏതിൽ വരും? തണ്ണീർത്തടങ്ങളിൽ വരും. പ്രകൃതിയിലെ സ്വാഭാവിക ജലസംഭരണികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തണ്ണീർത്തടങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ സൃഷ്ടിക്കുന്നതല്ല അല്ലേ. പ്രകൃതിയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന, പ്രകൃതിയാൽ ഉണ്ടാകുന്ന ജലസംഭരണികളെയാണ് നമ്മൾ എന്ത് പറയുക? തണ്ണീർത്തടങ്ങൾ എന്ന് പറയാം. അതുപോലെ തന്നെ ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് തണ്ണീർത്തടങ്ങളാണ്. അതൊന്ന് ഓർത്തു വെക്കണം, PSC ചോദിച്ചിട്ടുണ്ട്. ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് തണ്ണീർത്തടങ്ങളാണ്. അന്റാർട്ടിക്ക ഒഴികെയുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലും എന്തു കാണപ്പെടുന്നുണ്ട്? തണ്ണീർത്തടങ്ങൾ കാണപ്പെടുന്നുണ്ട്. അന്റാർട്ടിക്കയിൽ മാത്രം എന്ത് കാണില്ല? തണ്ണീർത്തടങ്ങൾ കാണപ്പെടില്ല. ഭൂമിയുടെ വൃക്കകൾ ഏതാണ്? തണ്ണീർത്തടങ്ങളാണ്. മനസ്സിലായല്ലോ. ഭൂമിക്കടിയിൽ സംഭരിക്കപ്പെടുന്ന ജലത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? ഭൂഗർഭജലം എന്ന് പറയുക. ഭൂമിക്കടിയിൽ സംഭരിക്കപ്പെടുന്ന ജലമാണ് ഭൂഗർഭജലം. അപ്പോൾ ഈ ഭൂഗർഭജല വിഭവങ്ങളിൽ ഉൾപ്പെടുന്ന സ്രോതസ്സുകളാണ് കിണർ, കുഴൽക്കിണർ, കുളം അല്ലേ. കിണറും കുഴൽക്കിണറും കുളവും ഒക്കെ എന്താണ്? ഭൂഗർഭജല വിഭവങ്ങളിൽ ഉൾപ്പെടുന്ന സ്രോതസ്സുകളാണ്. നേരത്തെ പറഞ്ഞ ഒരു കാര്യം തന്നെ പറയാം. ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിൻ്റെ മുകൾ പരപ്പിനെയാണ് എന്ത് പറയുക? ജലപീഠം എന്ന് പറയാം. അപ്പോൾ ഈ ജലപീഠത്തിൻ്റെ മുകൾ പരപ്പാണ് കിണറ്റിലെ ജലനിരപ്പ് അല്ലേ. നമ്മുടെ കിണറ്റിലുണ്ടാകുന്ന വെള്ളത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള ഭാഗമാണ് ജലപീഠത്തിൻ്റെ മുകൾ ഭാഗം. അപ്പോൾ ഈ ഭൂമിയിലെ ജലപീഠത്തിൻ്റെ ശോഷണത്തിന് കാരണം എന്താണെന്ന് അറിയാമോ? ഭൂഗർഭജലത്തിൻ്റെ അമിത ഉപയോഗത്തിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം. നമ്മൾ കൂടെ കുഴൽക്കിണറുകളൊക്കെ കുഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ജലപീഠത്തിന് ശോഷണം സംഭവിക്കും അല്ലേ. ഭൂഗർഭജലത്തിൻ്റെ അമിത ഉപയോഗം കൊണ്ടാണ് ജലപീഠം ശോഷിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായല്ലോ. അടുത്ത ഒരു പോയിന്റ് കൂടി നോക്കാം. തണ്ണീർത്തടങ്ങളുടെ പ്രയോജനങ്ങൾ. PSC ഇത് പ്രസ്താവന രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ ഉൾപ്പെടുത്തത് അല്ലെങ്കിൽ തണ്ണീർത്തടങ്ങളുടെ പ്രയോജനങ്ങളിൽ പെടാത്തത് ഏത് എന്നൊക്കെ നിങ്ങൾക്ക് ചോദ്യം വരാം. അപ്പോൾ ശ്രദ്ധിച്ച് പഠിക്കുക. എന്തൊക്കെയാണ് തണ്ണീർത്തടങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ? വെള്ളപ്പൊക്ക നിയന്ത്രണം അല്ലേ. വെള്ളപ്പൊക്കത്തെ നിയന്ത്രിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഭൂഗർഭജല വിധാനം ഉയർത്തൽ. ഭൂഗർഭജലത്തിൻ്റെ വിധാനം ഉയരുന്നത് എന്ത് കാരണമാണ്? തണ്ണീർത്തടങ്ങൾ കാരണമാണ്. അതുപോലെ തന്നെ തീര സംരക്ഷണം, ജൈവ വൈവിധ്യ കലവറയാണ് അല്ലേ. കണ്ടൽക്കാടുകളൊക്കെ എന്താണ്? ജൈവ വൈവിധ്യത്തിൻ്റെ കലവറയാണ്. അപ്പോൾ അതും തണ്ണീർത്തടത്തിൻ്റെ ഒരു ഗുണമാണ്. പിന്നെയോ ജലത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തൽ. ജലത്തിൻ്റെ ഗുണനിലവാരം ഉയർത്താനും തണ്ണീർത്തടങ്ങൾ കൊണ്ട് സാധിക്കും. പിന്നെ എന്താണ്? തണ്ണീർത്തട വിഭവങ്ങൾ, സാംസ്കാരിക മൂല്യം, പോഷക ചംക്രമണം, സസ്യജന്തുജാലങ്ങളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ, അതുപോലെ തന്നെ സൗന്ദര്യാത്മകത. ഇതെല്ലാം എന്താണ്? തണ്ണീർത്തടങ്ങളുടെ കൊണ്ടുള്ള പ്രയോജനങ്ങളാണ്. ഏതൊക്കെയാണ്? തണ്ണീർത്തട വിഭവങ്ങൾ, സാംസ്കാരിക മൂല്യം സംരക്ഷിക്കാൻ സാധിക്കും, പോഷക ചംക്രമണം, സസ്യജന്തുജാലങ്ങളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ, സൗന്ദര്യാത്മകത. ഇതെല്ലാം തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങളാണ്. ഓർത്തു വെക്കുക. അപ്പോൾ തണ്ണീർത്തട സംരക്ഷണ നിയമം എന്ന ഭാഗത്ത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. PSC ഇതുവരെ ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യനിലൂടെയാണ് നമ്മളെല്ലാ കാര്യങ്ങളും റിവിഷൻ ചെയ്തത്. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്തിയാണ്. എല്ലാവരും വീഡിയോ മുഴുവനായും കാണാൻ ശ്രദ്ധിക്കുക. PSC പള്ളിക്കൂടം എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പരമാവധി കൂട്ടുകാരിലേക്ക് നിങ്ങളോടൊപ്പം LDCക്ക് പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർക്കൊക്കെ ഇതിൻ്റെ ലിങ്ക് ഒന്ന് കൊടുക്കുക. അവരൊന്ന് നന്നായി റിവിഷൻ ചെയ്യട്ടെ. അപ്പോൾ കേരളം ഭരണരംഗം എന്ന ഭാഗത്തെ അടുത്ത ഒരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.